ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലിയോ മോൻ്റെ ഗ്രൂമിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഉമ്മയൊക്കെ തന്നിട്ടാണ് ഇരിക്കണേ. അവിടെ എത്തുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. കാരണം ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. പിന്നെ പേടിച്ചിട്ടാണ് അവിടെ ആ ടേബിളിൽ അങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവനെ സീറോ ട്രിം ചെയ്യാനായിട്ട് പോണത്. കാരണം ഈ ഒരു ചൂടത്ത് നമുക്ക് തന്നെ സർവൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവനെ സീറോ ട്രിം ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് മാസ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ ലിയോൻ്റെ ഓൾമോസ്റ്റ് ഗ്രൂമിങ്ങും ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. കാരണം ആ ചേട്ടനെ നമുക്ക് ഒരുപാട് കാലമായിട്ട് അറിയണതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടേക്ക് പോകാറുള്ളത്. എല്ലാവർക്കും നല്ല നീറ്റായിട്ടാണ് കേട്ടോ ആ ചേട്ടൻ ചെയ്യാറുള്ളത്. ഇവനെ ഗ്രൂം ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു വീഗിളിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവനും ഈ പറഞ്ഞ പോലെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരാളായിരുന്നു. ലിയോൻ്റെ വാലിലും അതുപോലെ തന്നെ ചെവിയിലൊക്കെ ഉള്ള ഹെയറൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാം കൂടി കളഞ്ഞാൽ അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. പെട്ടെന്ന് അവൻ എന്തെങ്കിലും അസുഖം വരും. അത് കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അത് ആ ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പിള്ളേരെ പോലെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പാവം തോന്നി. പിന്നെ അവൻ അവിടെ ആ ടേബിളിന്മേൽ ഇത്ര പൊക്കത്തിൽ ഈ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നിൽക്കാൻ ഭയങ്കര പേടിയാണ്. ഇഷ്ടമല്ല അവന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് എക്സ്പ്രഷനൊക്കെ കാണിക്കും. നമ്മളതിനെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കണ പോലെയൊക്കെ കാണിക്കും കേട്ടോ. അങ്ങനെ അവൻ്റെ ഗ്രൂമിങ്ങൊക്കെ പെട്ടെന്നൊരു 1.5 ഹവറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്കൊക്കെ ചെന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും.